ഫ്യൂച്ചേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലപാതകം ഹീനമെന്ന് പിണറായി വിജയൻ. കൊലപാതകികൾ സിപിഐഎമ്മിനെ അപകീർത്തിപ്പെടുത്തി. ആക്രമികൾക്ക് സിപിഐഎമ്മിന്റെ പരിരക്ഷ ഉണ്ടാകില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിക്കാനുള്ള തീരുമാനം കാസർഗോഡ് ഡിസിസിയുടെ എതിർപ്പിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉപേക്ഷിച്ചു. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതികൾ വസ്ത്രം കത്തിച്ചതായി കണ്ടെത്തി. അവശിഷ്ടം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന നടത്തും. വസ്ത്രങ്ങൾ കത്തിച്ചത് ആളൊഴിഞ്ഞ തോട്ടത്തിൽ. സർക്കാർ പ്രതിരോധത്തിലാകുന്ന കേസുകളെല്ലാം IG ശ്രീജിത്തിനെ ഏൽപ്പിക്കുകയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഹർത്താലിനിടെ ഉണ്ടായ 182 കേസുകളിലും ഡീൻ കുര്യാക്കോസിനെ പ്രതി ചേർക്കണമെന്ന് ഹൈക്കോടതി. ഹർത്താലിലുണ്ടായ നഷ്ടം ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണം. കാസർഗോഡുണ്ടായ നഷ്ടം UDF നേതാക്കളിൽ നിന്ന് ഈടാക്കണം. മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ 2 വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം. ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന പോസ്റ്റർ പതിച്ചുവെന്ന ആക്ഷേപം. 2 വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തു. ലാവ്ലിൻ കേസിൽ അന്തിമവാദം ഏപ്രിലിൽ കേൾക്കുമെന്ന് സുപ്രീം കോടതി. കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഹോളി അവധിയായതിനാൽ വാദം കേൾക്കുന്നത് നീട്ടണമെന്ന് പിണറായിയുടെ അഭിഭാഷകൻ. പെരിയ ഇരട്ടക്കൊലപാതകം ഹീനവും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് പാർട്ടി ഓഫീസിന്റെ ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അക്രമികൾക്ക് CPIMന്റെ സംരക്ഷണം ഉണ്ടാകില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഇടതുപക്ഷമാണ്. BJPക്കും കോൺഗ്രസിനും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നത് ഹരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതകം നടത്തിയവർക്ക് CPIMന്റെ പരിരക്ഷയുണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കൊലപാതകം ഹീനവും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണ്. കൊലപാതകം ഇടതുപക്ഷത്തെയും പാർട്ടിയെയും അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തി. മാർക്സിസ്റ്റ് വിരുദ്ധർക്ക് ഇടപെടാൻ അവസരമൊരുക്കിയത് കോൺഗ്രസ് ചെറുപ്പക്കാരുടെ കൊലപാതകമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൽ ഇടതുപക്ഷത്തെയും അതിൽ തന്നെ പ്രത്യേകിച്ച് CPIMനെയും അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തക്ക രീതിയിൽ ഇടപെടാൻ അവസരം കൊടുത്തത്, ആ അവസരമൊരുക്കിയത് ഇവിടെ നടന്ന 2 കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ഹീനമായ കൊലപാതകമാണ്. തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം CPIMനില്ല. ഹീനമായ കുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അതുകൊണ്ടാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത്. ഇത്തരം ആളുകൾക്ക് CPIMന്റേതായ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല എന്നതും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം നാട്ടിൽ കോൺഗ്രസ് അക്രമം അഴിച്ചുവിടുകയാണ്. അവർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ കാസർഗോഡ്. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം പ്രതിഷേധത്തെ തുടർന്ന് ഒഴിവാക്കി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഖേന കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണിത്. പ്രതിഷേധമുണ്ടാകില്ലെന്ന് ഉറപ്പ് പറയാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തു. പെരിയ കൊലപാതകത്തിലെ പ്രതികളെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി ജില്ലയിലെത്തിയപ്പോൾ ഇരുവരുടെയും വീട് സന്ദർശിക്കുമോ എന്ന KPCC പ്രസിഡന്റിന്റെ ആവശ്യത്തിന് CPIM ഒരു മുഴം നീട്ടിയെറിഞ്ഞു. ജില്ലയിലെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മുഖ്യമന്ത്രി ശരത്തിന്റെയും കൃപേഷിന്റെയും വീട് സന്ദർശിക്കാൻ തീരുമാനിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ ഈ കാര്യം കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞ് DCC പക്ഷേ അനുകൂലമായി പ്രതികരിച്ചില്ല. പ്രാദേശിക നേതൃത്വവും പ്രവർത്തകരും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. പ്രതിഷേധമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനാവില്ലെന്നും CPM നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം. രാവിലെ KSTP റോഡ് വഴി പെരിയ ഒഴിവാക്കി കാസർഗോഡ് എത്തിയ മുഖ്യമന്ത്രി മടങ്ങുന്നതിനിടെ പെരിയയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയും കാണിച്ചു.
പിന്നീട് പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി. KPCC പ്രസിഡന്റിന്റെ ആവശ്യം അംഗീകരിച്ച് കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാൻ തയ്യാറായ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം തടഞ്ഞെന്നായിരിക്കും ഇനി CPM നിലപാട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തെ ഒരു വീട് സന്ദർശിക്കാൻ പ്രതിപക്ഷ പാർട്ടിയുടെ അനുമതി വേണ്ടതുണ്ടോ എന്ന തിരിച്ചടിയാകും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഉയർത്തുക. KB ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്. ഈ വിഷയമാണെന്ന് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ഡൊമിനിക് പ്രസന്റേഷൻ, കോൺഗ്രസ് A. സജീവൻ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം തന്നെ കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ, CPM നേതാക്കൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡൊമിനിക് പ്രസന്റേഷനിലേക്ക്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് പെരിയ ഇരട്ടക്കൊലപാതകം ഹീനവും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണ് എന്നാണ്. മുഖ്യമന്ത്രി പൂർണ്ണമായും ഈ കൊലപാതകത്തെ തള്ളിപ്പറയുന്ന നിലയുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഈ കുടുംബങ്ങൾ സന്ദർശിക്കാൻ മന്ത്രി E. ചന്ദ്രശേഖരൻ തയ്യാറാകുന്നു, അവിടെ എത്തുന്നു, ഒപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇന്ന് മുഖ്യമന്ത്രി അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. CPM ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ ആത്മാർത്ഥമാണെന്ന് തോന്നുന്നുണ്ടോ കോൺഗ്രസിന്? ഇനിയത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പഴയ അനുഭവങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ഇതിനു മുമ്പ് പല സംഭവങ്ങളുണ്ടായപ്പോഴേക്കും CPMൻ്റെയും ഗവൺമെൻറ് നിലപാട് ഇങ്ങനെ ആയിരുന്നില്ല. ഇതിപ്പോൾ നിവൃത്തികേട് കൊണ്ടാണ്. പക്ഷേ ഇലക്ഷൻ്റെ വീൽ വന്നു നിൽക്കുന്നു. 1000 ദിവസത്തെ ഭരണ നേട്ടങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ അവതരിപ്പിക്കാൻ വേണ്ടി ജാഥ നടത്തുന്നു. അത് സമാധാനത്തിനും വികസനത്തിനും ജാഥ നടത്തുന്നു. ആ ജാഥ തുടങ്ങിയ ദിവസം തന്നെ ഒരു വളരെ നിഷ്ഠൂരമായി 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട ഒരു സംഭവം കേരള മനസ്സാക്ഷി ഞെട്ടിച്ചതാണ്. അതെനിക്ക് തോന്നുന്നു CPM അണികൾ പോലും ആ കൊലപാതകത്തെ മനസ്സുകൊണ്ട് വെറുക്കുകയും ഇത് ശരിയല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരണത്തിൽ മുഖ്യമന്ത്രിയുടെ അമർഷവും ഉള്ളിലെ അമർഷവും നിരാശയുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കേട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അദ്ദേഹം ആത്മാർത്ഥമായാണ് ഇത് പറഞ്ഞതെങ്കിൽ CPM അല്ല ആത്മാർത്ഥമായി ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ചെയ്യേണ്ടത് ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ CPMന് കഴിയുമോ? അവിടെയാണ് പ്രശ്നം. അപ്പോൾ അത് പഴയ അനുഭവങ്ങൾ വെച്ച് ഇത് മറക്കുമ്പോഴേക്ക് അടുത്ത് വരുന്നു, വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു, കേസുകൾ തന്നെ പലപ്പോഴും നല്ല രീതിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കുറേ കഴിയുമ്പോഴേക്കും പ്രതികളെ സഹായിക്കുന്നു, അവരുടെ വീട്ടിൽ സഹായങ്ങൾ എത്തിക്കുന്നു, നിയമസഹായം കൊടുക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ പഴയ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇത് ഉടൻ വിശ്വസിക്കാനാവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുഖ്യമന്ത്രിക്കും CPMനും ഈ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലെ രാഷ്ട്രീയ രംഗത്ത് ശാശ്വതമായ സമാധാനം ഉണ്ടാക്കാൻ ഒന്നായിട്ട് വേണം കാണാൻ. പക്ഷെ അതിന് കഴിയുമോ എന്നുള്ളത് ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതാണ് ശ്രീ A. സജീവൻ, ഈ ചോരക്കളി അവസാനിക്കേണ്ടത് അത്യാവശ്യമാണ്. മലബാറിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സാമാന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നുമില്ല. മലബാറിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒട്ടും അത്ഭുതപ്പെടുത്താത്ത, ഞെട്ടിക്കാത്ത ഒന്നായി മാറിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ CPM സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ CPMനെതിരെയാണല്ലോ ഇപ്പോൾ ഈ ആരോപണങ്ങൾ മുഴുവൻ വന്നത്. CPIM ആണ് പ്രതിപട്ടികയിൽ നൽകുന്നത്, പ്രതിക്കൂട്ടിൽ CPIM ആണ്. പക്ഷേ CPIM ഇതുവരെ സ്വീകരിക്കാത്ത ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. CPIM എന്താ നല്ല നടപ്പിന് പഠിക്കുന്നുണ്ടോ ഇപ്പോൾ? അല്ല, CPM ഇപ്പോഴത്തെ നിലപാട് അതിനെല്ലാവരും സംശയത്തോടു കൂടി കാണുന്നത് തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിട്ട് ഇലക്ഷനിൽ ബാധിക്കും എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിലല്ല CPM ഈ നിലപാടെടുത്തതെങ്കിൽ അതിന് വളരെ കൃത്യമായിട്ട് ഒരു പ്രത്യേക സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആത്മാർത്ഥതയുള്ളതാണ് നമുക്ക് പലപ്പോഴും വിശ്വസിക്കാമായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു സംശയത്തിൻ്റെ ആനുകൂല്യമുണ്ട് അതിന്. ഇപ്പം ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാ ആളുകളും പറയുന്ന ഒരു ഇതനുസരിച്ചിട്ട് ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനാകുമോ? തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് പറഞ്ഞതാണോ, അത് ആ താൽക്കാലികമായിട്ടുള്ള ഒരു നിലപാട് മാത്രമാണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് സംശയിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ മറ്റ് പല ഘട്ടങ്ങളിലും ഉണ്ടായതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കൊലക്കേസ് നടക്കുന്നത് പോലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ അപ്പോഴൊക്കെ എടുത്ത നിലപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഉള്ളൊരു നിലപാടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും ഈ സംഭവത്തെ തള്ളിക്കളയുകയാണ്.
പാർട്ടി പ്രവർത്തകരല്ല അത് ചെയ്തതെന്ന് പറയുന്നില്ല. പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അത്തരക്കാരെ ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളിത് സംശയത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും, സംശയിക്കാവുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ കുറച്ചെങ്കിലും നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഈ പ്രശ്നമുണ്ട്. മാത്രമല്ല, മുൻകാല അനുഭവങ്ങൾ അങ്ങനെയല്ലല്ലോ, ആ തരത്തിലല്ല കേരളം കണ്ടിട്ടുള്ളത്. CPM എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും ഈ കൊലപാതകങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. CPM ഒരിക്കൽ പോലും കൊലപാതകങ്ങളെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടി അംഗങ്ങളാണ് എന്ന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത നിലയുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ TPയുടെ കാര്യമാണല്ലോ. ഈ വധം, കൃപേഷിന്റെയും ശരത്തിന്റെയും വധം ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടു പോയത് TP വധക്കേസാണ്. TP വധക്കേസിൽ പാർട്ടി എങ്ങനെയാണോ പ്രതികരിച്ചത് അതേ രീതിയിലുള്ള പ്രതികരണമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഈ കൊലപാതകം ഉണ്ടായതിനു ശേഷം വന്ന ആദ്യ പ്രതികരണങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. പക്ഷെ എന്തായി? അന്വേഷണം വന്നപ്പോൾ കൊടിസുനിയും കുഞ്ഞനന്ദനുമൊക്കെ ആരായി? കൊടിസുനിയും കുഞ്ഞനന്ദനുമൊക്കെ പാർട്ടിയിലെ എത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളത് പിന്നീട് ഇതിന്റെയൊക്കെ വിചാരണ വേളയിലും ഇതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന സമയത്തുമാണ് കണ്ടത്. പാർട്ടി പരോക്ഷമായും കുഞ്ഞനന്ദന് പ്രത്യക്ഷമായും തന്നെ നിയമസഹായങ്ങൾ ലഭ്യമാക്കാൻ തുടങ്ങിയതും കഴിഞ്ഞ ദിവസമാണല്ലോ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്വാഭാവികമായും സംശയത്തിനിട നൽകുന്നത്. അല്ല, അതിലൊരു വ്യത്യാസമുണ്ട്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇവിടെ ആദ്യഘട്ടത്തിൽ മാത്രമല്ല പല ഘട്ടങ്ങളിലും, അതിൻ്റെ പല 1, 2, 3 ഘട്ടങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും പാർട്ടി ഈ പ്രതികൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കുഞ്ഞനന്ദൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ആളുകളുടെയും, ഇപ്പോൾ കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകളെ ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം പാർട്ടി ഓഫീസിലും അത് കഴിഞ്ഞിട്ട് പാർട്ടി ഗ്രാമമായ മുടക്കൊഴി മലയിലും ഒക്കെയാണല്ലോ കൊണ്ട് താമസിപ്പിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിപ്പിക്കുകയും പിന്നീട് ഇവരുടെ മുഴുവൻ കേസ് നടത്തി. അപ്പോഴൊന്നും തള്ളിപ്പറഞ്ഞിട്ടില്ല, ഇത് പാർട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ല. പാർട്ടി വളരെ പലപ്പോഴും അവർ ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇത് ഓരോ ഘട്ടങ്ങളിലും വരുമ്പോൾ പിന്നീട് ഈ പ്രതികളാക്കപ്പെട്ടൊക്കെ ആളുകളെയൊക്കെ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പ്രതികളാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കാര്യത്തിൽ അതല്ല. ഇപ്പോൾ ഇതിൽ പീതാംബരൻ തന്നെ ആദ്യമായി തള്ളിപ്പറഞ്ഞു. അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. പക്ഷേ അദ്ദേഹം ചെയ്ത കേസ് ആരായാലും, അത് പാർട്ടി പ്രവർത്തകരായാലും അല്ലെങ്കിലൊക്കെ അതിൽ ഉൾപ്പെടുന്ന ആരെയും പാർട്ടി സംരക്ഷിക്കില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോഴത്തുള്ളത്. അപ്പോൾ ഈ 2 കേസിനോടത്തുള്ള നിലപാടിൽ വ്യത്യാസമുണ്ട്. നേരത്തെ പല ഘട്ടങ്ങളിലും എടുത്ത കേസ് സംഭവങ്ങളിലൊക്കെ അത് ഞങ്ങൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് കൊല ചെയ്യുന്നതെന്നുള്ള നിലപാടെടുക്കും. അതല്ലെങ്കിൽ പാടത്ത് പഠിക്കുകയാണ് വരമ്പത്ത് കൂലി കൊടുത്തത് എന്ന നിലപാടെടുക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് തീർത്തും പാർട്ടിയിട്ട് ഇപ്പൊ പറയുന്നു ഇത് പാർട്ടിക്കാർ തന്നെയാണ് ചെയ്തത്. പക്ഷേ പാർട്ടി നേതൃത്വത്തിന്റെ തന്നെയാണ് ചെയ്തത്. അത്തരത്തിലുള്ള തള്ളിപ്പറച്ചിൽ എത്രത്തോളം ആശാസ്യകരമാണ് എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. ദയവായി തുടരുക. ഈ കാസർഗോഡ് നടന്ന സംഭവമാണല്ലോ. ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ കൂടിയുണ്ട്. ശ്രീ ഹക്കീം കുന്നിൽ, ഇന്ന് മുഖ്യമന്ത്രി സന്ദർശിക്കാൻ തയ്യാറായതാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ നിമിഷങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. മുഖ്യമന്ത്രി സന്ദർശിക്കാൻ, ആ വീടുകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷെ എന്തുകൊണ്ടാണ് DCC നേതൃത്വം അതിനെ എതിർത്തത്? ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി വരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറായെന്നും അതിന് DCC നേതൃത്വം എതിര് നിന്നും എന്ന കാര്യം ഞാൻ അറിയുന്നത് രാവിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള വാർത്തയിൽ നിന്നാണ്. ഈ കാസർഗോഡ് ജില്ലയിലെ ഒരു നേതൃത്വവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസോ LDFന്റെ ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ LDFന്റെ പ്രാദേശിക നേതൃത്വമോ മുഖ്യമന്ത്രിക്ക് അവിടെ ആ വീടുകളിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് ഞങ്ങളോട് ആരും ആവശ്യപ്പെടുന്നു. ഇന്നലെ LDFന്റെ തന്നെ മന്ത്രി ശ്രീ E. ചന്ദ്രശേഖരൻ ആ വീട് സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരോടും ചർച്ച നടത്തിയില്ല, പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തോടും ചർച്ച നടത്തിയില്ല. മന്ത്രി അവിടെ എത്തിയ സമയത്ത് ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. നമുക്കറിയാം, ദൃശ്യമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് നെല്ലിയോട് പ്രദേശം. അവിടെ മന്ത്രി എത്തിയ സമയത്ത് ആ വീടിന്റെ പരിസരത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിയന്ത്രിക്കുന്നത് ആ പ്രദേശത്തെ മുൻ പഞ്ചായത്ത് മെമ്പറും ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ അഡ്വക്കേറ്റ് ബാബുരാജാണ്. ബാബുരാജ് മന്ത്രി വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുകയും മന്ത്രിയെ 2 വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുകയും മന്ത്രിയോട് പറഞ്ഞ കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം കുടുംബം മന്ത്രിയോട്
CBI അന്വേഷണത്തിന് സഹായിക്കണമെന്ന് പറയുകയും ഇക്കാര്യങ്ങൾ മുഴുവൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് മന്ത്രി അവിടെ പരസ്യമായി പ്രഖ്യാപനം നടത്തുകയും ചെയ്തതാണ്. ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഒരു തരത്തിൽ നിന്നും ഉയർന്നു വന്നില്ല എന്ന് മാത്രമല്ല, അവിടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന മന്ത്രിയെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അതിൻ്റെതായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് ആ മന്ത്രിയെ കാണുന്ന തരത്തിലുള്ള സമീപനവുമാണ് ആ പ്രദേശത്തെ കോൺഗ്രസ് കാണിച്ചത്. LDFന്റെ ഒരു മന്ത്രിക്ക് അവിടെ പോകാമെങ്കിൽ ഞങ്ങളുടെ പെർമിഷൻ വേണ്ട. അവിടെ പോയ മന്ത്രിയോട് ഞങ്ങൾ അങ്ങേയറ്റത്തെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത്. ഇന്ന് ശ്രീ ഹക്കീം കുന്നിൽ, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് DCC നേതൃത്വമോ കോൺഗ്രസ് പ്രാദേശിക ഘടകങ്ങളുമായോ മുഖ്യമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ CPIMന്റെ ന്യായീകരണം ആ തരത്തിലാണ്. DCC നേതൃത്വം അനുവദിക്കാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ആ വീടുകൾ സന്ദർശിക്കാൻ കഴിയാതിരുന്നത് എന്നാണ്. അത് പൂർണ്ണമായും തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ പൊതുസമൂഹം അറിഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഞങ്ങൾ ആരും സമീപിച്ചിട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയൊരു ജനവികാരത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് LDF നേതൃത്വം ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥ മാത്രമാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതിനോടകം തന്നെ CPIM ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാദങ്ങൾ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് പറയുന്നു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു, മുഖ്യമന്ത്രിക്ക് ആ വീട്ടിൽ പോകാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിൻ പ്രകാരം ഇന്ന് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും കാസർഗോഡ് നിന്ന് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം, ഞാൻ അല്പസമയത്തിനകം തന്നെ കാസർഗോഡ് റിപ്പോർട്ടറെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതായിരിക്കും, അദ്ദേഹം തരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജില്ലാ നേതൃത്വവുമായി CPIMന്റെ ജില്ലാ നേതൃത്വം ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിന് പറയുവാനുള്ള മറുപടി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളോട് LDF നേതൃത്വമോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ സമയം വരെ ചർച്ച ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളുമായി ആലോചിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വന്നിരുന്നെങ്കിൽ തന്നെയും തടയുന്ന തരത്തിലുള്ള യാതൊരു പ്രതിഷേധങ്ങളും ആ പ്രദേശത്ത് ഉണ്ടാകുമായിരുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ അത്തരത്തിൽ ഒരു പ്രകോപനവും സൃഷ്ടിക്കുമായിരുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? മന്ത്രി വന്നപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും കാര്യങ്ങൾ മന്ത്രി ബോധ്യപ്പെടുത്തുകയും ചെയ്തത് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമല്ലേ. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ LDFന്റെ ഒരു മന്ത്രിയല്ലേ. ആ മന്ത്രിയോട് കാണിച്ച ആദരവും ബഹുമാനവും കേരളത്തിലെ എല്ലാ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോട് കാണിച്ചു. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടല്ല എതിർപ്പ്, മുഖ്യമന്ത്രിയുടെ ശൈലിയോടും മുഖ്യമന്ത്രി അക്രമ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയോടും കൊലപാതകത്തിന് നേതൃത്വം നൽകുന്ന ടീമിനെ സംരക്ഷിക്കുന്ന നിലപാടിനോടുമാണ് ഞങ്ങൾ വിയോജിപ്പുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ CPIM ഉന്നയിക്കുന്ന ഈ വാദങ്ങൾ പൂർണ്ണമായും കളവാണ് എന്ന തരത്തിലാണല്ലോ താങ്കൾ. 1957 മലബാറിലെ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം അക്രമ രാഷ്ട്രീയം തുടങ്ങിയ കാലഘട്ടത്തിൽ ഏത് കൊലപാതകത്തിന്റെ ആദ്യഘട്ടത്തിലാണ് CPIM അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്? ഇവിടെ ഏറ്റവും അവസാനം 1 വർഷം 10 ദിവസം മുമ്പ് ശ്രീ ഷുഹൈബിന്റെ മരണം, അതിനുശേഷം ഫെബ്രുവരി മാസം 17-ാം തീയതി നടന്ന കൃപേഷിന്റെ ചരിത്രത്തെയും കൊലപാതകം, കഴിഞ്ഞ 5 ദിവസക്കാലമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും LDFന് ആ കൊലപാതകത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ടായിരുന്നു. അതിന്റെ പ്രതികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയുടെ ഇടപെടലുണ്ടായിരുന്നു. ഒന്നാം പ്രതി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ശ്രീരാമന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി നേതൃത്വങ്ങളെ സമീപിച്ചു എന്ന് പറഞ്ഞത് ശ്രീരാമന്റെ ഭാര്യയാണ്, ശ്രീരാമന്റെ മകളാണ്. പാർട്ടി അറിയാത്ത ഒരു കാര്യവും ശ്രീരാമൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ എന്താണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ കുടിയേരി ബാലകൃഷ്ണൻ ആദ്യം പറഞ്ഞത് ഇത്തരക്കാർക്ക് പാർട്ടി സ്ഥാനമുണ്ടാവില്ല, പാർട്ടിക്ക് ഇതുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനവും പാർട്ടിയുടെ ഭാഗത്തുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. എവിടെയാണ് പാർട്ടി ഈ കൃത്യത്തിന് ശേഷം പ്രതികൾ താമസിച്ചത്? CPIMന്റെ ഉദുമ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ്. മുഖ്യമന്ത്രി ഇന്ന് കാസർഗോഡ് എത്തുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആ വീടുകൾ സന്ദർശിക്കണമെന്ന് തന്നെയാണോ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയും സർക്കാരുമാണ്. താങ്കൾ അല്പസമയം ഒന്ന് ടെലിഫോണിൽ ഹോൾഡ് ചെയ്യണം. KV ബൈജു കാസർഗോഡ് റിപ്പോർട്ടർ കൂടി ചേരുന്നു. ശ്രീ KV ബൈജു, ഇപ്പോൾ ഹക്കീം കുന്നിൽ DCC പ്രസിഡന്റ്, അദ്ദേഹം പറയുന്നത് DCC നേതൃത്വവുമായോ പ്രാദേശിക നേതൃത്വവുമായോ യാതൊരു തരത്തിലുള്ള ആലോചനകളും നടത്തിയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആലോചനകളും നടത്തിയിട്ടില്ല എന്നാണ്. എത്രത്തോളം വസ്തുതയുണ്ട്? അപർണ, ഈ കാര്യത്തിൽ ഇന്നലെ വൈകിട്ട് വരെ CPIMന്റെ ജില്ലാ സെക്രട്ടറി DCC നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അവർ ഒരു കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ സന്ദർശിക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിക്കാനുണ്ടായത്. ഇത് നമ്മോട് നേരിട്ട് ഫോണിൽ CPIMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അറിയിച്ച കാര്യമാണ്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിനുമായി
അവർ ഇന്നലെ രാത്രിയും ഇന്നും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മോട് കൃത്യമായി വ്യക്തമാക്കിയിരുന്നത്. ഈ കാര്യത്തിൽ DCCയുടെ മറ്റ് ഭാരവാഹികളുമായും CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അടക്കം ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ഒരു അനുകൂലമായ നിലപാട് DCCയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ ഘട്ടത്തിൽ. ശ്രീ ഹക്കീം കുന്നിൽ, അത്തരത്തിലാണോ സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരം മുതൽ CPIMന്റെ ജില്ലാ നേതൃത്വം നിങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ അക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി നൽകിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ അതൃപ്തി അറിയിച്ചു. പ്രാദേശിക നേതൃത്വവും പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നറിയിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ അത്തരത്തിലാണോ? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും CPIMന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് കളവാണെന്ന് ഇപ്പോൾ വിശ്വസിക്കേണ്ടി വരുമല്ലോ. മുഖ്യമന്ത്രി നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. നിങ്ങളുടെ റിപ്പോർട്ടർ കഴിച്ചു പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഫോൺ കോൾ നോക്കിക്കോളൂ. എന്റെ ഫോൺ കോൾ നോക്കിയാൽ അറിയാലോ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തുകൊണ്ട് DCC പ്രസിഡന്റ് എന്നുള്ളതിൽ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അക്കാര്യം പരസ്യമായി പറയാൻ CPM ജില്ലാ സെക്രട്ടറി പരസ്യമായി പറയാൻ തയ്യാറാവുന്നില്ല? അദ്ദേഹം പരസ്യമായി പറയണ്ടേ? ഒരു ചാനലിന്റെ ലേഖകരോടല്ല പറയേണ്ടത്. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഒരു പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അദ്ദേഹം പരസ്യമായിട്ട് ആരോപണം ഉന്നയിക്കട്ടെ. തീർച്ചയായും അല്പസമയം കൂടി താങ്കൾ തുടരണം. ഡൊമിനിക് പ്രസന്റേഷൻ കൂടി ചേർന്നു. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ചില അന്തർനാടകങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ DCC നേതൃത്വം അനുമതി നൽകിയില്ല എന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ KV ബൈജുവിനോട് കൃത്യമായി പറഞ്ഞത് CPM ജില്ലാ സെക്രട്ടറിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്തരത്തിലുള്ള ചില അന്തർനാടകങ്ങൾ നടക്കുന്നു. അതായത് ഈ കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ, രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ആരൊക്കെയാണ് തുനിഞ്ഞിറങ്ങുന്നത്? ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള തെളിഞ്ഞതാണല്ലോ. പക്ഷേ പ്രതികളെല്ലാം CPMന്റെ ആൾക്കാരാണ്. അവർ ഇന്ന് പല പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു ലൈബ്രറിയിൽ CPMന് ലൈബ്രറി അവർ കൂടുകയായിരുന്നു. അതിൻ്റെ ഏർപ്പാട് ചെയ്തു, പല വണ്ടികളായി വന്നു. അപ്പോൾ ഒരു കോൺസ്പിറസി ഇത് ലീഡർഷിപ്പ് അറിഞ്ഞോ ഇല്ല ഇപ്പം അവർ ഡിനൈ ചെയ്യുന്നു. എന്നാലും ശരി, കോൺസ്പിറസി ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തതല്ല CPMന്റെ പ്രാദേശിക നേതാക്കളാണ്. ഇനി MLAയോ മുൻ MLAയോ അവിടെ ബന്ധപ്പെട്ടോ എന്നതിനെക്കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ട്. അത് അന്വേഷിക്കേണ്ടതാണ്. ഏതായാലും ശരി, മുഖ്യമന്ത്രിക്ക് അവിടെ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ നേരിട്ട് വിളിച്ച് സംസാരിക്കാമല്ലോ. ഹക്കീമുമായി DCC സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട്. അങ്ങനെ നേരിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് സംശയമില്ല DCC നെഗറ്റീവ് ആകുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മുഖ്യമന്ത്രി ആ വീടിൽ ചെല്ലണമെന്ന് അവിടുത്തെ ആ കൊല്ലപ്പെട്ട ഇരയുടെ പിതാവ് തന്നെ കണ്ടു. അദ്ദേഹത്തെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഇരയുടെ കുടുംബം പോലും അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാരണവശാലും DCC ലീഡർഷിപ്പ് അത് എതിർ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ്. പ്രത്യേകിച്ചും CPM ജില്ലാ നേതൃത്വത്തെ DCC നേതൃത്വം അറിയിച്ചതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ്. അവിടെ എത്തിയാൽ, ആ പ്രദേശത്തെത്തിയാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും ഇരയാകേണ്ടി വരും. ഒപ്പം തന്നെ ഏറെ വൈകാരികമായി തകർന്നിരിക്കുന്ന ആ കുടുംബങ്ങളും ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് അറിയാൻ കഴിയില്ല. ഇത്രയൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് DCC നേതൃത്വം അറിയിച്ചു എന്നാണ്. സ്വാഭാവികമായും നമ്മൾ ഈ സമയത്ത് ഒരു പക്വതാപൂർണമായ തീരുമാനമായിരിക്കുമല്ലോ എടുക്കുക. ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുക എന്നുള്ളതല്ലോ. ഈ പ്രശ്നങ്ങളെ ശാന്തമാക്കുക എന്നതായിരിക്കും സ്വാഭാവികമായും ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന്റെ അധിപൻ നോക്കുക. അതിന്റെ ഭാഗമായിട്ടായിരിക്കും. ഇല്ലെങ്കിൽ ശരി, നമുക്ക് അല്പസമയത്തിനകം CPM ജില്ലാ സെക്രട്ടറിയെ ടെലിഫോണിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയും കൈവരുത്താം. പക്ഷേ അങ്ങനെയായിരിക്കുമല്ലോ സ്വാഭാവികമായി സംഭവിക്കുക. DCC നേതൃത്വവുമായി ബന്ധപ്പെടുകയും ആ DCC നേതൃത്വം അവർ വഴി, പ്രത്യേകിച്ചും അതൊരു പ്രാദേശികമായി അല്ലെങ്കിൽ അവിടെ നടന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ DCC നേതൃത്വമാണല്ലോ അതിനുവേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പിന്തുണയോടുകൂടി മാത്രം മുഖ്യമന്ത്രിക്ക് അവിടെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണല്ലോ നിലവിൽ എന്തായാലും ഉള്ളത്. അല്ല, ഹക്കീം പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്ന് മാത്രമല്ല, ഇപ്പോൾ KPC പ്രസിഡന്റ് പറഞ്ഞിരുന്നു അദ്ദേഹം സന്ദർശിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം മുഖ്യമന്ത്രി അവിടെ ആ വീടുകളിൽ പോകുന്നതിനെ എതിർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എവിടെയോ എന്താ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിക്കാരണം. അതിൽ ഹക്കീം കുന്നിൽ കൃത്യമായി പറയുന്നു അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല. നേരിട്ട് ബന്ധപ്പെടുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും DCC നേതൃത്വം KPC ആയിട്ട് ബന്ധപ്പെടും, പ്രതിപക്ഷ നേതാവ് ബന്ധപ്പെടും. അങ്ങനെ മുകളിലേക്ക് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് സംശയമില്ല കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി വരുന്നതിനെ എതിർക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല, എതിർക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ A. സജീവൻ, ഇപ്പോൾ
ഇപ്പോൾ CPM ഉന്നയിക്കുന്ന വാദം അല്ലെങ്കിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന വാദം ഇന്ന് മുഖ്യമന്ത്രിക്ക് എത്താൻ കഴിയാതിരുന്നതിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഇതാണ്. DCC നേതൃത്വത്തിന്റെ അതൃപ്തി, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അവിടെ പോകാതിരുന്നത് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഹക്കീം കുന്നിൽ പറയുന്നത് അത്തരത്തിൽ യാതൊരു സംഭവവും ഉണ്ടായിട്ടില്ല. CPMന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു രീതിയിലും ഇവരെ സമീപിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഹക്കീം കുന്നിൽ പറയുന്നത്. അതായത് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി അവിടെ എത്തുന്നു. CPM, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM ഒരു നല്ല നടപ്പിന് ശ്രമിക്കുന്നു, CPMന്റെ നേതൃത്വം അറിഞ്ഞിട്ടല്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയും. ഇത് സ്വാഭാവികമായും കോൺഗ്രസ് ഇപ്പോൾ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്ന ഒരു മേൽക്കൈ, ആ മേൽക്കൈ ഇല്ലാതാക്കുന്നതിന് ഉപകരിക്കും. അതായത് ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന തരത്തിൽ ഈ സംഭവങ്ങൾ മാറിയെന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ ഈ ഒരു അവസരത്തിൽ? നമ്മൾ നോക്കുക, ഇതിൽ മുഖ്യമന്ത്രി ആ വീട്ടിൽ പോയിരുന്നു എന്ന് വെക്കാം. ഒരു പ്രതിഷേധവുമില്ലാതെയോ പ്രതിഷേധത്തോടുകൂടി മുഖ്യമന്ത്രി ആ വീടുകളിൽ പോയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അവിടെ മുഖ്യമന്ത്രി ഇതുവരെ ജിഷ്ണു പ്രണോയുടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്വന്തം പാർട്ടിക്കാരനായ ജിഷ്ണു പ്രണോയ് അതൊരു കൊലപാതകം പോലും ആയിരുന്നില്ല, അവിടെ പോലും പോകാതിരുന്നതിൻ്റെ പേര് വിമർശനം കേട്ട മുഖ്യമന്ത്രി ഈ സ്ഥലത്ത് പോയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ സംഭവത്തിൽ ഈ CPMന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞു CPM ആത്മാർത്ഥമായിട്ടാണോ ഈ നിലപാട് മാറ്റം ഉണ്ടായതെന്നൊക്കെ ചിന്തിക്കുന്നില്ലേ? അതിൽ ആത്മാർത്ഥമായിട്ടാണ് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇത് കൊലപാതകം നടന്നു, രണ്ടുപേരും മരിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേ സമയത്ത് അത് CPM വളരെ കരുതി കൂട്ടി, CPMന്റെ സംസ്ഥാന നേതൃത്വമോ മുഖ്യമന്ത്രിയോ ഒക്കെ അറിഞ്ഞുകൊണ്ട് ഉള്ളൊരു കാര്യമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തയിൽ നിന്ന് മാറിയിട്ട് ഇതിവിടെ ഉണ്ടായിരിക്കുന്നത് പ്രാദേശികമായിട്ടുണ്ടായ ഒരു പ്രതികാരത്തിൻ്റെയോ വികാരത്തിൻ്റെയോ ഒക്കെ പുറത്തുള്ളതാണെന്ന് ആളുകൾ വിശ്വസിച്ച് പോകുമായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പോക്ക് ഇല്ലാതാവൽ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും പറയുന്നു, ഹക്കീം കുന്നേൽ പറയുന്നു എന്ന് CPM നേതാക്കന്മാർ പറയുന്ന വേറെ. അപ്പോൾ ആരും ഇപ്പോൾ ഈ ചർച്ചയിൽ വന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണല്ലോ, അവിടെ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിക്കുന്ന ആളുകളിൽ ഒരാളായിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ അവിടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇന്നതാണ് കാര്യങ്ങൾ കിട്ടിയത് എന്ന്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇവർ അന്വേഷിച്ചു കൊണ്ടിരുന്നു, കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ഒരു പക്ഷം മാത്രമേ വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു കാര്യമില്ല. എന്ത് തന്നെ ആയാലും ഈ വിഷയം അവസാനിക്കണം. ഇനി ഒരു രാഷ്ട്രീയ കൊലപാതകം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകരുത്. ഇത് തന്നെയാണല്ലോ ഏവരും ആഗ്രഹിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ CPM അതിനോട് അനുബന്ധിച്ചുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ അതിനിടയിൽ ഇത്തരത്തിൽ കൊലക്കത്തി താഴെയിടാൻ ആഹ്വാനങ്ങൾ നടക്കുന്നതിനിടയിൽ ഇന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണല്ലോ K മുരളീധരൻ, അദ്ദേഹം കാഞ്ഞങ്ങാട് നടത്തിയ പ്രസംഗത്തിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊരു നിലപാട് ഈ സമയത്ത് കോൺഗ്രസ് ചെയ്യേണ്ടതുണ്ടോ? അത് അദ്ദേഹം എന്താണ്, ഞാൻ മുഴുവൻ കേട്ടില്ല, എങ്ങനെ കേട്ടു. അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് എല്ലാ വാതിലും കൊട്ടിയടച്ചാൽ നിയമം കയ്യിലെടുക്കും, സുഭാഷ് ചന്ദ്രബോസ് വേണ്ടി വന്നാൽ ആയുധം എടുക്കണമെന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ കുറച്ചു കാലമെങ്കിലും അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസിൻ്റെ നയം റിട്ടാലിയേഷൻ അല്ല. കോൺഗ്രസിൻ്റെ നയം സുഭാഷ് ചന്ദ്രബോസ് നയത്തോട് കോൺഗ്രസ് യോജിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം പോയിട്ട് വന്നത്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായതിനു ശേഷം അദ്ദേഹം എടുത്ത നിലപാടുകൾ മഹാത്മാഗാന്ധി അംഗീകരിച്ചിട്ടില്ല, അങ്ങനെ അദ്ദേഹത്തിന് മാറേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് നിലപാട് വളരെ ക്ലിയർ, റിട്ടാലിയേഷൻ അല്ല, തിരിച്ചടിയല്ല. പിന്നെ ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ നേതാക്കൾ അങ്ങനെ പറയാറുണ്ട്. അത് അവിടെ ചെല്ലുമ്പോഴേക്കുള്ള വികാരപ്രകടനമോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തകരുടെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ പറയാറുണ്ടെങ്കിലും ഫലത്തിൽ കോൺഗ്രസ് ഒരിക്കലും അക്രമം കൊണ്ട് നേരിടുന്ന പാർട്ടിയല്ല, ഞങ്ങളുടെ സിദ്ധാന്തമല്ല. ഇനി ഏതെങ്കിലും നേതാക്കൾ ചില പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ പേഴ്സണൽ അഭിപ്രായമാണ്. അതൊരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നയമായോ
അഭിപ്രായം എടുക്കാൻ സാധ്യമല്ല. പ്രസന്റേഷൻ അതെങ്ങനെയാണ് ശരിയാവുക? കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞാൽ അത് തീർത്തും വ്യക്തിപരമായ അഭിപ്രായവും CPM-ന്റെ നേതാക്കൾ പറഞ്ഞാൽ അത് കൊലവിളി ആഹ്വാനവുമായാണല്ലോ കോൺഗ്രസ് കാണുന്നത്. കഴിഞ്ഞ ദിവസം VPP മുസ്തഫയുടെ പ്രസ്താവന, അതിനു മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് MM മണിയുടെ സ്റ്റേറ്റ്മെന്റ്, ഇത്തരത്തിൽ നിരവധി പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ K മുരളീധരൻ പറഞ്ഞത് മൊറൈൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, ഈ പ്രവർത്തകരുടെ മൊറൈൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും എന്ന് പറയുമ്പോൾ ശരി, VPP മുസ്തഫയും ചെയ്തതായിരിക്കും. കാരണം ഈ ജനുവരി VPP മുസ്തഫയുടെ പ്രസംഗത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം ചർച്ച ചെയ്തു പോയതാണ്. പക്ഷേ എങ്കിലും ഈ സമയത്ത് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ജനുവരി 7-നാണ്, അതായത് പീതാംബരനെയും സുരേന്ദ്രനെയും കോൺഗ്രസിന്റെ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ജനുവരി 7-ന് നടത്തിയ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, VPP മുസ്തഫ വളരെ രൂക്ഷമായ ഭാഷയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രസംഗത്തെയും പ്രവർത്തകരുടെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രസംഗമെന്ന് ആ തരത്തിൽ അത്രമാത്രം ലഘൂകരിക്കാൻ കഴിയും? ഒരു കാര്യമുണ്ട്, ഇപ്പം മണിയുടെ പ്രസംഗത്തിന് ശേഷമായാലും മുസ്തഫയുടെ സ്പീച്ചിന് ശേഷമായാലും ആക്ഷൻ ഉണ്ടായി, റിട്ടാലിയേഷൻ നടന്നു. അവിടെ നോക്കേണ്ടത്. ഇപ്പോൾ CPM നേതാക്കൾ ഞങ്ങൾ 1, 2, 3 നടന്നു കഴിഞ്ഞവിടെ മുസ്തഫയുടെ പ്രസ്ഥാനത്തിന് ശേഷം 2 ചെറുപ്പക്കാരെ വധിച്ചു. ഒരു സംശയവും ഉണ്ടാവില്ല. ഞാൻ ധൈര്യമായിട്ട് ഈ ചാനലിൽ നിന്ന് പറയുന്നു, മുരളീധരൻ്റെ പ്രസ്താവനയുടെ പേരിൽ, പ്രസംഗത്തിൻ്റെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരൻ ആക്രമണത്തിന് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ധൈര്യമായിട്ട് ഞാൻ പറയാം. ശ്രീ സജീവൻ, ഈ കൊലക്കത്തി രാഷ്ട്രീയത്തിനെതിരെ ഇത്രയധികം സംസാരിക്കുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏവർക്കുമുണ്ടല്ലോ. ആ ഉത്തരവാദിത്തം എത്രത്തോളം പാലിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് പ്രവചിക്കാൻ നിലവിൽ സാധ്യമല്ല. പക്ഷെ ഇത്തരത്തിൽ നടക്കുന്ന ഈ കൊലവിളി പ്രസംഗങ്ങൾ, അത് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ ഏതു തരത്തിലാണ്? സജീവൻ, വളരെ കൃത്യമാണല്ലോ. കാരണം ഇപ്പോൾ ഈ കൊലവിളി പ്രസംഗങ്ങളെല്ലാം അത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പറയണമെന്നില്ല. ഇപ്പോൾ VPP മുസ്തഫയുടെ പ്രസംഗം, VPP മുസ്തഫയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇതുവരെയുള്ള എല്ലാം ക്ഷമിച്ചു. ഈവൻ ജനുവരി 5-ന് പീതാംബരനും മറ്റും നേരെ നടന്നിട്ടുള്ള അക്രമങ്ങൾ മുഴുവൻ ഞങ്ങൾ സഹിച്ചു എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും അതിനുശേഷമുണ്ടായ ഒരു സംഭവത്തെ ഇനിയൊരു പ്രതികരണം ഉണ്ടായി, ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ മാത്രമാണ് ഞങ്ങൾ തിരിച്ചടിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞത് ശരിയാവുന്നില്ലല്ലോ. ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ ഈ പ്രസംഗം കൊണ്ടാണ് പ്രശ്നമുണ്ടായത് അല്ല. ഈ സംഭവം ഉണ്ടായത് അതുവരെയുള്ള പീതാംബരനെതിരെ ഉൾപ്പെടെ ഉള്ളത് പോലും ഞങ്ങൾ സഹിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ന്യായീകരിക്കുകയല്ല. ഇത്തരം പ്രസംഗങ്ങൾ വളരെ പ്രശ്നമാണ്. VPP മുസ്തഫ പറഞ്ഞാലും K മുരളീധരൻ പറഞ്ഞാലും അത് വ്യക്തിപരമാണ്, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത്തരം കൊലവിളി പ്രസംഗങ്ങളും ഞങ്ങൾ നേരിടുമെന്ന് പറയുന്നതൊക്കെ വളരെ തരംതാണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത് VPP മുസ്തഫ ചെയ്താലും തെറ്റാണ്, K മുരളീധരൻ ചെയ്താലും തെറ്റാണ്. അതിനെ തള്ളിപ്പറയാൻ, അത് വ്യക്തിപരമായ അഭിപ്രായമാണ്, ചില നേതാക്കൾക്ക് തോന്നിയ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നത് ഏത് പാർട്ടിക്കാർ ചെയ്താലും അതിന് അംഗീകരിക്കാൻ കഴിയില്ല. മുരളീധരൻ പല സ്ഥലത്തും പോയിട്ട് ഇത്തരത്തിൽ ഗോളടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്തരം ഗോളടികളിലൂടെ നേതാവാകാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവാൻ പറ്റില്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് പാർട്ടിയുടെ ഭാരവാഹികളാണ്, അത് KPCC നേതൃത്വമാണ്. അല്ലാതെ എല്ലാ വാതിലും കൊട്ടിയടച്ചാൽ നിയമം കയ്യിലെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് മൊറൈൽ ബൂസ്റ്റ് ചെയ്യാൻ, പ്രവർത്തകരുടെ മൊറൈൽ ബൂസ്റ്റ് ചെയ്യാൻ ഈ തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഈ ഇത്തരത്തിലുള്ള പ്രചോദനം നൽകുമ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, VPP മുസ്തഫയുടെ പ്രസംഗം, ജനുവരി 7-ാം തീയതി നടന്ന പ്രസംഗം, ആ പ്രസംഗത്തിന് ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനുവരി 5-ാം തീയതി പീതാംബരനെയും സുരേന്ദ്രനെയും വളരെ ക്രൂരമായി മർദ്ദിച്ചു അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ. അതായത് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ. ഈ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു കോൺഗ്രസ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണെന്ന് പറയുമ്പോൾ, പക്ഷെ അത് അത്രത്തോളം ശരിയല്ല എന്നതാണ് കാസർഗോഡുള്ള അനുഭവം. ഇതിനോടകം തന്നെ അവിടെ കാസർഗോഡ് CPM-ഉം കോൺഗ്രസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകൾ ചെറുതല്ല. ഈ പീതാംബരൻ്റെ പ്രസംഗത്തിന് ശേഷം അല്ലേ അക്രമം ഉണ്ടായത്? ശരിയാണല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം 2 പേരെ കൊന്നത്, കൊലപാതകം നടന്നു അവിടെ. പിന്നെ പീതാംബരനെ ആക്രമിച്ച കേസിൽ ഈ 2 പേരെയും പെടുത്തി, പക്ഷെ ഒരാൾ അയാൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട്
അയാളുടെ പേരിൽ കേസെടുത്തില്ല. മറ്റേ ആളെ കേസെടുത്ത ആൾ അകത്ത് കിടന്നു. അത് വധശ്രമത്തിന് കേസെടുക്കുക, അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്ത ആളാണ്. അങ്ങനെ ജയിലിൽ കിടന്ന് ശിക്ഷയും വാങ്ങി കേസ് മുന്നോട്ട് പോകുമ്പോഴല്ലേ അക്രമം നടന്നത്. സജീവൻ ആ കാര്യം മനസ്സിലാക്കണ്ടേ? സർക്കാർ കേസെടുത്തു, ഈ രണ്ടുപേരിൽ ഒരാൾ സ്ഥലത്തുണ്ടായിരുന്നില്ല, ആണ് അയാൾ ഗവൺമെൻറ്റിനെ ഒഴിവാക്കി, പോലീസ് ഒഴിവാക്കി. മറ്റയാളുടെ പേരിൽ കേസെടുത്ത ആൾ റിമാൻഡിലായിരുന്നു. അയാൾ ജാമ്യം കിട്ടാൻ കുറേ ദിവസം അകത്ത് കിടക്കേണ്ടി വന്നു. ആ ഇറങ്ങിയ ആളെയാണ് ഉൾപ്പെടെയാണ് പീതാംബരനും കൂട്ടരും കൊന്നത്, നിഷ്ഠുരമായി കൊന്നത് എന്ന് നമ്മുടെ മുന്നിൽ സത്യമല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചില നേതാക്കൾ ഞങ്ങളാരും തന്നെ ഓൺ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ കെ മുരളീധരൻ ഞാൻ ഓൺ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കാം, പക്ഷേ കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല. ഇപ്പോൾ KPCC പ്രസിഡന്റ് ചോദിച്ചു നോക്കുക, അദ്ദേഹം ഓൺ ചെയ്യില്ലല്ലോ, ഒരാൾ ഓൺ ചെയ്യില്ലല്ലോ. അപ്പോൾ ചില നേതാക്കൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാറുണ്ട്. അതൊരിക്കലും കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായമായിട്ട് എടുക്കേണ്ടതില്ല. അതിൻ്റെ പേരിൽ ഒരു അക്രമം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ശരി ആകട്ടെ. പക്ഷേ ശ്രീ എ സജീവൻ, ഇനി എത്രത്തോളം ഈ വിഷയങ്ങൾ രക്തരൂഷിതമാകാതിരിക്കും എന്നുള്ളതാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. എത്രത്തോളം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുക, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനി സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രധാനമായും ചെയ്യാൻ കഴിയുന്നത് ഇതുകൊണ്ട് നടക്കുന്നതൊക്കെ തന്നെയും രാഷ്ട്രീയ മുതലെടുപ്പുകളാണ്. രക്തസാക്ഷികൾ ഉണ്ടായാൽ അതിലുണ്ടാകുന്നത് രാഷ്ട്രീയ മുതലെടുപ്പുകളാണ്. ആ രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഇല്ലാതാകുന്ന ഒരു കാലം ഉണ്ടായാൽ മാത്രമേ ഈ രക്തസാക്ഷികൾ ഇല്ലാതാകൂ എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയോ, അല്ലെങ്കിൽ ആ തരത്തിൽ കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു അറുതി വരൂ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഇരട്ട കൊലപാതകത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇപ്പോഴത്തെ വികാര പ്രകടനങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മൈലേജിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് പോകുമ്പോൾ ഈ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അത് ഏത് പക്ഷത്തുള്ള ആളുകളാണെങ്കിൽ പോലും അവർ മനസ്സിലാക്കേണ്ടത് 2 പേരുടെ മരണമാണ് തങ്ങൾ ആഘോഷിക്കുന്നതെന്നാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് എതിർത്തുകൊണ്ടൊക്കെ പറയുന്ന ആളുകൾക്ക് ഇതിനെ വോട്ടാക്കി മാറ്റാതിരിക്കുകയാണ് വേണ്ടത്. ഇതിൽ ശിക്ഷിക്കപ്പെടുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ്, ഒരു സംശയമില്ല. ആരൊക്കെ ഇതിൻ്റെ ഗൂഢാലോചന ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണനിലേക്കും പിണറായി വിജയനിലേക്ക് പോയാലും അത് കൃത്യമായിട്ട് അന്വേഷണം നടത്തി അവരെ പിടിക്കണം. അതിൽ സംശയമൊന്നും വേണ്ട. അതിൽ CBI അന്വേഷണമാണ് വേണ്ടതെങ്കിൽ അതിലേക്ക് പോകണം. ഞാനും അത് അംഗീകരിക്കുന്ന ആളാണ്. കാരണം ഇവിടെ ഈ സർക്കാർ ഭരിക്കുമ്പോൾ അതിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ചില മെമ്പർമാർ ഉൾപ്പെട്ട ഒരു കേസിൽ ചിലപ്പോൾ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്നില്ല. അതിനർത്ഥം CBI ഏറ്റവും മികച്ച ഒരു ഏജൻസിയാണെന്നൊന്നുമല്ല. CBIയും ഇതേപോലെ കൂട്ടിലടച്ച തത്തയും പറഞ്ഞാൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വെറും അടിമയും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിയന്ത്രിക്കുന്നതല്ല എന്നൊറ്റ കാര്യം. ശ്രീ കൃഷ്ണൻ, എനിക്കറിയാം താങ്കൾ വളരെയധികം വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സാഹചര്യത്തിലെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകൾ കേൾക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ശ്രീകൃഷ്ണൻ, ഇന്ന് മുഖ്യമന്ത്രി താങ്കളുടെ വീട്ടിലെത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ, താങ്കൾ കേൾക്കാമോ? ശ്രീകൃഷ്ണൻ, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഞാൻ അല്പസമയത്തിനകം താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ സജീവൻ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങിയാൽ ഇതിനോടകം തന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അന്വേഷണം അതിൻ്റെ മുറയ്ക്ക് മുന്നോട്ട് പോകുന്നു. 1-ാം പ്രതി CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ലോക്കൽ കമ്മിറ്റി അംഗത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ കോൺഗ്രസ് തൃപ്തരാണോ? കോൺഗ്രസ് തൃപ്തരാണോ എന്നതിനേക്കാൾ ഉപരിയായി എരയുടെ കുടുംബം, അവരുടെ ഒപ്പീനിയൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എരയുടെ കുടുംബം ഈ അന്വേഷണം കൊണ്ട് തൃപ്തരാണെങ്കിൽ ഞങ്ങൾക്കതിൽ വേറൊന്നും പറയാനില്ല. മറിച്ച് അവർക്ക് കൂടെ ബോധ്യപ്പെടുന്ന രീതിയിലേക്കുള്ള അന്വേഷണം പോയില്ലെങ്കിൽ നാളെ അവർ തന്നെ ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവില്ലേ? ഒരു നിമിഷം കൃഷ്ണൻ, ഒരു നിമിഷം കൂടി ടെലിഫോൺ ലൈൻ. ശ്രീകൃഷ്ണൻ, താങ്കൾ കേൾക്കാമോ? ശ്രീകൃഷ്ണൻ, കേൾക്കുന്നുണ്ടോ താങ്കൾ? ശ്രീകൃഷ്ണൻ, കേൾക്കാമോ താങ്കൾക്ക്? അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു.
താങ്കളിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ശരി ആയിക്കോട്ടെ. CBI അന്വേഷണം എന്നുള്ളതാണല്ലോ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന ആവശ്യം. പക്ഷേ ഇതിനോടകം തന്നെ പിടിയിലായവർ യഥാർത്ഥ പ്രതികളല്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ അത് ഒരു പക്വതയില്ലാത്ത നിലപാടാണെന്ന് തോന്നുന്നില്ലേ? എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളാകെ എന്താ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞത് പഴയ അനുഭവം വെച്ചിട്ട് കോൺസ്പിറസി പലപ്പോഴും ഉണ്ടാകും. ഈ TP ചന്ദ്രശേഖർ വാദങ്ങൾ എത്ര നാളായി? ഇതുവരെ കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് അന്വേഷണം നിന്നുപോയി. CBI പോലും വന്നിട്ട് നടന്നില്ല. അല്ല, ഷുഹൈബിൻ്റെ വധം അത് CBIക്ക് പോയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇക്കാര്യത്തിൽ എൻ്റെ ഒരു സമയം ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് CBI എല്ലാം തികഞ്ഞാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. പലപ്പോഴും അവരും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അവരും ഭരണകക്ഷിയുടെ ചൂളായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ഇരയുടെ കുടുംബത്തിന്, ഇപ്പോൾ ഇവിടെ നേരത്തെ വരാൻ ശ്രമിച്ച ശ്രീ കൃഷ്ണനും അതുപോലെ തന്നെ മറ്റേ മരിച്ചുപോയ കുട്ടിയുടെ പിതാവും അവരുടെ കുടുംബാംഗങ്ങളും ഈ അന്വേഷണം നീതിപൂർവമാണ്, ഇത് ഈ പ്രതികളാണ് ചെയ്തത്, ഇതിൻ്റെ പിന്നെ മറ്റാരും ഇല്ല എന്ന വിശ്വാസം അവർക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കെന്താ പ്രശ്നം? അതാണ്. ക്ഷമിക്കണം, ഞാൻ ഒരു പ്രാവശ്യം കൂടി കൃഷ്ണനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീ കൃഷ്ണൻ, താങ്കൾ കേൾക്കുന്നുണ്ടോ? കൃഷ്ണൻ അല്ല, ഇത് സത്യനാരായണൻ, ശരത്തിന്റെ അച്ഛൻ. അതെ അതെ. ശരി, ഇതിനോടകം തന്നെ ഈ നടന്ന അന്വേഷണങ്ങൾ, ഈ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? അന്വേഷണത്തിൽ ഇപ്പോൾ തൃപ്തരല്ല. കാരണം പലതുണ്ട്. അതിന്റെ അന്വേഷണം എല്ലാ മേഖലകളിലേക്കും എത്തിയിട്ടില്ല. അത് ഇവിടെ വെച്ച് അവരെ പിടിച്ചു, പ്രതിയെ പിടിച്ചു, അതിന്റെ ഒക്കെ ആളുകളൊക്കെ ഇതൊക്കെ കിട്ടിയെന്ന് പറയുന്നതല്ലാതെ അതില് വിപുലമായിട്ടുള്ള അന്വേഷണം പോകേണ്ട പല തലങ്ങളിലും ഉണ്ട്. അത് എത്താതെ കൊണ്ട് അവിടെ വെച്ച് തീർക്കുമ്പോൾ നമുക്ക് എങ്ങനെ അന്വേഷണം, നമുക്ക് അറിയപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്ക് അനുഭവം കൊണ്ട് തന്നെ പല ആൾക്കാർ ഗൂഢാലോചന ചെയ്തവരുണ്ട്, പല മേഖലയിൽ നിന്ന് വന്നവരുണ്ട്. ഇതൊക്കെ എങ്ങനെ പോയി കഴിഞ്ഞാലും പല തലത്തിലേക്ക് എത്തേണ്ട കേസാണ്. പലരും ഒഴിവാക്കിക്കൊണ്ട് ഇതിന്റെ കൃത്യം പലരും ഏറ്റെടുത്തും കൊണ്ട് നടക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഇത് പല സാധ്യതകളും ഇതിന്റെ അടുത്തുണ്ട്. പല വണ്ടി കണ്ട പല മേഖലകളിൽ പോയിട്ട് പല ട്രസ്റ്റ് മാറാൻ പല വീട്ടുകളിൽ ചെന്നിട്ടുണ്ട് ഇവര്. അതുപോലെ തന്നെ പല സാഹചര്യം ഒരുക്കി കൊടുത്തവരുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഒരു അന്വേഷണം കൃത്യമായി നമ്മളോട് ഒരു കാര്യങ്ങളും നമ്മൾ കുറ്റപ്പെടുത്തില്ല. നമുക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ശത്രുതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയായിരിക്കും വേറെ കാരണം, ആരെ നിങ്ങൾ ഇതില് ഉദ്ദേശിക്കുന്നുണ്ടോ പ്രതിയായിട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെ അവരെ അന്വേഷിച്ചിട്ട് അവർ തന്നെ കണ്ടെത്തി എന്ന് പറയുന്ന വിശ്വാസം വരിക. അപ്പൊ അതേ മോൾ തലത്തിൽ പല തലത്തിലും തന്നെ കൂടാതെ ഒരുപാട് ആൾക്കാരെ ഒഴിവാക്കിയും കൊണ്ട് ഇവരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഈ അന്വേഷണത്തെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ശ്രീ സത്യനാരായണൻ, അതായത് ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ആരും തന്നെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ശരത്തുമായും കൃപേഷുമായും ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെയോ ഒന്നും മൊഴിയെടുത്തിട്ടില്ല, മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അതെ അതെ. ഇതുവരെ ഇത്രയും 5-6ാമത്തെ ദിവസമായില്ലേ, ഇതുവരെയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് മൊഴിയെടുക്കാൻ വരണ്ടേ? അത് ലക്ഷ്യം വെച്ചായിരിക്കണമല്ലോ അത് അന്വേഷണം പോകേണ്ടത്. അത് അവരെ ഇഷ്ടത്തിനല്ലാതെ നമ്മളോട് ചോദിച്ചിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല, നമ്മുടെ അടുത്ത് ഒരാളും വന്നിട്ടില്ല. അപ്പൊ അത് തന്നെ നമുക്ക് സംശയത്തിന് കാരണം. പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനുണ്ട്. നമുക്ക് അനുഭവം കൊണ്ട് നമുക്ക് അറിവില്ല പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാനുണ്ട്. ആ മേഖലയിലേക്ക് അപ്പോ ആ സമയത്ത് അന്വേഷണം ആ മേഖലയിലേക്ക് പോകും. ഇപ്പൊ എന്തായാലും നമ്മളോട് ഒന്നും അറിയാത്തത് കൊണ്ട് അവർക്ക് തോന്നിയ ഭാഗത്ത് മാത്രം അന്വേഷിച്ചു. അവർക്ക് എങ്ങനെയോ ഏതൊന്നും അറിയില്ല. കൃത്യത പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നിർദ്ദേശപ്രകാരം അന്വേഷിച്ചു, അത് കൂട്ടി വെക്കേണ്ട പരിപാടിയാണ്. അതല്ല, ഇതിൽ പിന്നിൽ ആൾക്കാർ ഒരുപാടുണ്ട്, കുറെ മേൽത്തട്ടുകാരുണ്ട്, ഗൂഢാലോചന നടക്കാറുണ്ട്, കുറെ ഇതിനകത്ത് കുറെ പ്രതികളാകാനുണ്ട്. അത് പല സാഹചര്യ തെളിവുകളും നമുക്ക് പറഞ്ഞു എന്താണ്? അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ശ്രീ സത്യനാരായണൻ, താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് കുടുംബങ്ങളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല എന്ന്. എന്താണ് നിങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത്? എന്താണ് ശരത്ത് ഇതിനോടകം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അല്ല, നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒരുപാട് ആൾക്കാർ വലിയ സാമ്പത്തിക ഉയർന്ന പലരും ഇതിനകത്ത് ഗൂഢാലോചന നടത്തി ഇതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിന് വാഹന സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ, മറ്റു പോകേണ്ട വഴികളും, അതുപോലെ തന്നെ പോയിട്ട് നിൽക്കേണ്ട ഡ്രസ്സ് മാറേണ്ടതും, ഇവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ്. ഇവരെ ഏതായാലും ഒരു രാഷ്ട്രീയ
ഗൂഢാലോചനക്കാരാണ്, ഒരു പ്രത്യേക ഒരു ഏരിയയിലെ ആൾക്കാർ, ശരിക്കും ഒരു രാഷ്ട്രീയ ഗൂഢാലോചന. അപ്പൊ അത് ഇവരിൽ മാത്രം ഒതുക്കുക, അത് മേൽത്തട്ടിലേക്ക് പോയിക്കൂടാ. അതുകൊണ്ടാണ് ഇവരെ മാത്രം പ്രതികരിച്ചിട്ട് ഇത് ഞങ്ങളാണ് ഉത്തരവാദിത്തം അവരെ ഏറ്റിരിക്കുന്നത്. അവരെ കൂടെ ഒരുപാട് ശരിക്കും ക്രിമിനലുകൾ ഇവർ ഒന്നിച്ച് താമസിക്കുന്നത് നമുക്കറിയാം, ഇവരെ കൂടെ പണിയെടുക്കുന്നത് അറിയാം. പല മേഖലകളിൽ നിന്ന് ശരിക്കും കണ്ണൂരിൽ നിന്ന് വന്നിട്ടും അത് വെളുത്തോളി വഴിയും അതുപോലെ കൊള്ളക്കട വഴി ഇവരെ ക്രിമിനലുകൾ 9-10 കേസ് പ്രതികളായവർ ഇവരെ കൂടെ ഉണ്ട്. ഇതെല്ലാം നമുക്കറിയാം. ഇവിടെയുള്ള 10-20 ഒന്നിച്ച് അവരും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കൂടി ചേർന്ന് നടത്തുമ്പോഴും ഇത് പിന്നില് മേൽത്തട്ടിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം അവരെ ഉറപ്പിന്മേലാണ് ഇവർക്ക്, അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലയിലേക്ക് അന്വേഷണം പോവാതെ കണ്ട് ഇവർ ഇത്ര കുറച്ചാളെ പേരിൽ മാത്രം ഒതുക്കി ഈ കേസ് ഒതുക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ വിശ്വസിക്കുക? അതായത് CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവരാണല്ലോ ഈ കേസിലെ പ്രതികൾ. ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഒന്നാം പ്രതി. താങ്കൾ പറഞ്ഞു വരുന്നത് CPIMന്റെ കുറച്ചുകൂടി മുതിർന്ന നേതാക്കൾ ഈ കൊലപാതകത്തിൽ പങ്കാളികളാവുകയോ അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണോ? അതെ അതെ അതെ, അത് തന്നെ എന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാലോ, മുൻ MLA കുഞ്ഞിരാമൻ ഉദുമ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പൊ അന്ന് ജനപ്രതിനിധിയാണ്, ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകനായി. അപ്പൊ ഇദ്ദേഹം ഒരു കൊലയാളിയുടെ വീട്ടിലേക്ക് മിനിയാന്ന് പോയി. തലേ ദിവസം കൊലയാളിയുടെ ഭാര്യയും ഒരു കുട്ടിയും പറഞ്ഞ വാക്കിനെ തിരുത്തി കൊടുത്തു. അപ്പൊ സത്യം പറയുമ്പോൾ അത് തിരുത്തി കൊടുത്താൻ പോയി. അവര് ജനപ്രതിയോ അല്ലെങ്കിൽ ജനസേവകനോ ആയ ആൾക്കാർ എവിടെയാണ് ഇത്ര ദാരുണമായ ഒരു അന്ത്യം നടന്ന ഒരു വീട്ടിലോ നമ്മളെ അടുത്തേക്ക് വന്ന് ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസം തരാനോ ഇതൊക്കെ വരാനോ പറ്റിയില്ല. പ്രത്യേകിച്ചും അയാൾ പറഞ്ഞാൽ തോന്നുന്നു ഇത് ഗുണ്ടയാണ്, ഈ ശരത്ത് എന്ന കുട്ടിയും മറ്റേ കൃപേഷ് എന്നൊരു ഗുണ്ടയാണ്, ഈ ഗുണ്ടയായിട്ട് ഇയാൾ എങ്ങനെ വ്യക്തിത്വം? ഞാൻ ചോദിക്കട്ടെ, കൊലയാളികളെയല്ല ഇയാൾ ഗുണ്ടാന്ന് പറയുന്നത്. ഇതിന് ഈ നാടിന് വേണ്ടിയിട്ടും ഇത് ഇതിന് മറ്റ് പ്രവർത്തനങ്ങളും അത് കലാപരമായിട്ടും അതുപോലെ സ്കൂളോ മറ്റ് തലങ്ങളിലൊക്കെ ഇവൻ പ്രവർത്തിച്ചിട്ട് മുന്നേറുന്ന കാണുമ്പോൾ ഇവനെ വകവെക്കാൻ ഇവനെ വെച്ചിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇവനെ വകവരുത്തിയിട്ട് ഇവനെ ഗുണ്ടയാക്കി മാറ്റിയാണ് അദ്ദേഹം. അപ്പൊ നോക്കട്ടെ, അയാളെ മനസ്സിന് നോക്കുക, അയാൾ എന്ത് കാഴ്ചപ്പാടാണ്, എന്ത് ജനപ്രതിനിധിയായിട്ടാണ് ഇത്രയും കാലം ഇരുന്നത്. ഞാൻ ചോദിക്കണം, നമ്മൾ രാഷ്ട്രീയം പറയാനല്ല പോകുന്നത്, നമ്മൾ ഈ വേദന കൊണ്ട് പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒരു മരിച്ച കുട്ടീനെ മുദ്ര കുത്താൻ ഏത് തലത്തിലാണ് അവർ ഗുണ്ടായെന്ന് ഇയാൾ തെളിയിക്കട്ടെ. ഈ പീരാമരൻ ഇവരെ പേരിൽ പഠനം ഈ കുട്ടിയെ നിർത്തിക്കാനോ പല മേഖലകളിലും ഈ കുട്ടികളുടെ പേരിൽ കേസുകൾ ഉണ്ടാക്കി ക്രിമിനലാക്കാൻ വെച്ചല്ലാതെ ഏത് തലത്തിൽ ഈ കുഞ്ഞിരാമനെ തെളിയിക്കാൻ പറ്റും? ഏത് തലത്തിൽ എങ്ങനെയാണ് ഇവർ ഗുണ്ടയായി? അപ്പൊ ഈ ആടെ ഉദമയിലിരുന്ന് നിൽക്കുന്ന ഇവരുടെ രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ പറഞ്ഞു കൊടുത്ത അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരടക്കമുള്ളവർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് നമ്മൾ വ്യക്തമല്ലേ ആ വാക്ക്? അല്ലെങ്കിൽ അദ്ദേഹം സത്യസന്ധത പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ട് ഇവർ നിഷേധിച്ചുകൊണ്ട് ഇത് പറയുന്നില്ല? അതായത് ശരിയല്ല, ഇത് ആരായാലും പിടിക്കപ്പെടണമെന്നൊരു വാക്ക് പറയാതെ അവർ മറ്റൊരു സംരക്ഷണം കൊടുക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പൊ അവിടത്തേക്ക് എങ്ങനെയും ഈ മേൽത്തട്ടിലേക്ക് ഈ ഇതിന്റെ അന്വേഷണം പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അന്വേഷണത്തെ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പഴയതുപോലെ അല്ലല്ലോ ശ്രീ സത്യനാരായണൻ, എനിക്ക് താങ്കളുടെ വേദന മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ഇനി ശരത്തിന് നീതി കിട്ടണമെങ്കിൽ, ഈ അന്വേഷണം കൃത്യമായി നടക്കണമെങ്കിൽ അടുത്തൊരു മാർഗം എന്ന് പറയുന്നത് CBI അന്വേഷണമാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഈ CBI അന്വേഷണം എന്ന ആവശ്യവുമായി നിങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ നിയമ നടപടികളിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടോ? ഞാൻ കൃത്യമായും ഈ അന്വേഷണം കൃത്യതയിലേക്ക് പോകുന്നില്ലെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച തലങ്ങളിലൊന്നും പോകുന്നില്ല എന്ന് വെച്ച് അന്വേഷണം എത്തുന്നില്ലെങ്കിൽ ഞാൻ കൃത്യമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകും. ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടില്ല വേണം സത്യാഗ്രഹം ഇരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഹൈക്കോടതി വരെ പോയി ഇതിന്റെ CBI അന്വേഷണത്തെ കുറിച്ചിട്ടുള്ള അപേക്ഷ കൊടുക്കുകയും ചെയ്യും. കൃത്യമായി ഇനി നമുക്ക് ഈ കുട്ടികൾ പോയാൽ നമ്മൾക്ക് ഇനി ഇതിനപ്പുറം എന്താ വേദനയുള്ളത്? വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ സത്യാഗ്രഹം ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് മുഖ്യമന്ത്രി വീടുകളിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രി വിഭാഗത്തിന്റെല്ലോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ. അത് അയാൾക്ക് എല്ലാ ജനങ്ങളും ഒരുപോലെയല്ലേ. അപ്പൊ ഇത്രയും ക്രൂരമായ സംഭവം നടക്കുമ്പോൾ അയാൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം, അതായത് ജനങ്ങൾക്കും തൊട്ടുന്ന ജനങ്ങൾക്കും ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ. അപ്പൊ ഇത്രയും നമ്മുടെ വീട്ടിന്റെ അരികിൽ കൂടി 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൂടി പോകുന്ന സമയത്ത് ഇദ്ദേഹം നമ്മുടെ വീട്ടിൽ വരുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവില്ലേ? അവരല്ലേ നീതി കൊടുക്കേണ്ടവര്, അവരല്ലേ നമ്മൾക്ക് രക്ഷക്കെത്തേണ്ടവര്, അവരെന്തുകൊണ്ട് വരുന്നത്? അദ്ദേഹം വരുന്നില്ല. ശരത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഭീഷണിയെ കുറിച്ച് പറഞ്ഞിരുന്നോ? അച്ഛനോടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പറഞ്ഞിരുന്നതായി അറിയുമോ താങ്കൾക്ക്? പറയാം, ഭീഷണി മുമ്പേ ഉണ്ട്. കുറെ വർഷം മുമ്പേ ഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ കൃത്യമായി മാംഗ്ലൂരാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവൻ വരുമ്പോ നമുക്ക്
ഭയങ്കര ഭയപ്പാടായിരുന്നു. കാരണം ഇവരുടെ അടുത്ത് ഭീഷണി എപ്പോഴും വെറുതെ കേസിട്ട് കൊടുക്കുക, ഇവനെ ഈ പഠനത്തിൽ നിന്ന് ഒതുക്കുക, ഇവന്റെ പ്രവർത്തനങ്ങളിൽ ഒതുക്കുക എന്നുള്ള രീതിക്ക് ഇവരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ഭീഷണി പലതരത്തിൽ ഇവനെ പല പ്രാവശ്യം അടിക്കലും പല ആൾക്കാരെ കൊണ്ട് അടുപ്പിക്കലും പുറമേ പോകുമ്പോൾ ഇവരെ രാഷ്ട്രീയമായി ഇവനെ മർദ്ദിക്കുന്ന പല സംഭവങ്ങളും ഈ പിതാവ് ഈ ഏറ്റെടുക്കം ഭാഗത്തുള്ള ഈ ബ്രാഞ്ച് കമ്മിറ്റിയുടെ കെയറപ്പിൽ അന്ന് ബ്രാഞ്ച് സെക്രട്ടറി എന്ന പിതാവിന്റെ കെയറപ്പിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവനെ തളർത്താൻ പല കാരണങ്ങൾ ഇവൻ ഉറച്ചു നിന്നു. അവന്റെ വിശ്വാസത്തിന് നല്ല രീതിക്കുള്ള പ്രവർത്തനം ഒന്നിച്ച് കൂട്ടായ്മയോട് പോകുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾക്ക് ഈ അതേപോലെ തന്നെ ഇവര് ഇപ്പൊ ഒരു കേസ് വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ചെറിയൊരു അടിപിടി കേസ് വലിയ ക്രിമിനൽ കേസാക്കി മാറ്റിയിട്ടിട്ട് റിമാൻഡ് ചെയ്തിട്ട് കൊണ്ടിരിച്ചില്ലേ ഇവര്. അതാ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവര് ഒരു ശനിയാഴ്ച ഒരു ഒപ്പിടാൻ പോകുന്ന സമയത്ത് CIക്ക് കൃത്യമായും ഞങ്ങൾക്ക് വധഭീഷണി ഉണ്ട് എന്ന് അവിടെ എഴുതി കൊടുത്തില്ലേ. അതിന് മറുപടിയായി പിന്നെ പ്രത്യേകിച്ചും ഇതിന്റെ ഈ വധഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ ഇതേ KV കുഞ്ഞിരാമൻ അദ്ദേഹത്തെ 2-3 പ്രാവശ്യം നമ്മൾ അഡ്വക്കേറ്റ് ബാബുരാജ് ചെന്ന് കണ്ട് ഇത് സമാധാന ചർച്ച വേണം, നമ്മൾക്ക് നമ്മളെ നാട്ടിനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചുകൂടാ, ഇല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ജില്ലയുടെ സത്യനാരായണൻ, ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇവരെ കുറിച്ച് നമുക്ക് സമാധാന ചർച്ച വേണം, നാട്ടിൽ ദുരന്തം വരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇവരെന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അപ്പൊ ഈ കൊല നടക്കണം എന്നുള്ളത് ഇവർ ആസൂത്രിതമായി മുന്നിൽ കണ്ടിട്ടെന്നാണല്ലോ ഇതുവരെയും ചർച്ചയ്ക്ക് വരാത്തത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയല്ല ഇവർ ഈ പറയുന്ന വാക്ക് മറ്റേ കൊലപാതകയുടെ അടുത്ത് പോകുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ഉത്തരവാദികളായ മേൽത്തട്ടിലേക്ക് കൃത്യമായും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു എന്നുള്ളത് വാസ്തവം തന്നെ. ശ്രീ സത്യനാരായണൻ, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി ചന്ദ്രശേഖരനും എത്തിയിരുന്നു. നിങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. കോൺഗ്രസ് നേതൃത്വം എന്ത് തരത്തിലുള്ള വാഗ്ദാനമാണ് നൽകിയിട്ടുള്ളത്? വാഗ്ദാനം നമുക്ക് പരീക്ഷ കിട്ടും വരെയുള്ള സപ്പോർട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. മന്ത്രിയും പറഞ്ഞിരുന്നു. അദ്ദേഹം ഭരണാധികാരിയല്ലേ, അയാളെ ചെയ്യാൻ പറ്റുന്ന സർക്കാരിനെ കൃത്യമായി ഇത് അറിയിക്കും എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മുടേതായ വിഷമങ്ങളും നമ്മൾ കുട്ടികൾക്ക് നീതി കിട്ടേണ്ടതും, അതായത് നാട്ടിലേക്ക് വരുന്ന ദുരന്തങ്ങളെ ഇനി മാറ്റി നിർത്തിക്കൊണ്ട് കിട്ടാവുന്ന, അതായത് ഈ പ്രതികളെ കൃത്യമായി ശിക്ഷ കിട്ടിയാൽ മാത്രമേ നമുക്ക് നാട്ടിലിനി മറ്റുള്ളവർക്ക് പാഠമാകൂ. അതായത് നമ്മൾ കുട്ടിക്കൊന്ന ദുരന്തം ഇനിയെങ്കിലും നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൃത്യമായ അന്വേഷണവും കൃത്യമായി ആ കുറ്റം ചെയ്തവരെ തന്നെ അവർക്ക് ശിക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള അന്വേഷണം പോകണം എന്നുള്ള രീതിക്ക് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. വളരെ നന്ദി സത്യനാരായണൻ. എനിക്കറിയാം താങ്കൾ വളരെ വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, പക്ഷേ താങ്കളുടെ വാക്കുകൾ കേൾക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ടെലിഫോണിൽ ബന്ധപ്പെട്ടത്. വളരെ നന്ദി പ്രതികരിച്ചതിന്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇനി കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ മുന്നിലുള്ളത്, അല്ലാതെ മറ്റൊന്നും തന്നെ പകരം നൽകാൻ കഴിയില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് എന്താണ് ഈ കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക? ഭരണയ്ക്ക് സ്വയം ബോധ്യപ്പെട്ടല്ലോ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ കാരണം ബോധ്യപ്പെട്ടല്ലോ. എരയുടെ കുടുംബങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഇന്ന് വരെ ഒരു പോലീസുകാരും ഈ സത്യനാരായണൻ്റെ അടുത്തോ അല്ലെ കൃഷ്ണൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടില്ല. സജീവനും കേട്ടല്ലോ. അപ്പം ഞങ്ങളതുകൊണ്ടാണ് പറയുന്നത്, ഒരു വളരെ പൈശാചികമായ ദാരുണമായ 2 കുട്ടികൾ മരിച്ചിട്ട് അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് പോയി ഇവർക്ക് നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു ഒന്നും അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അന്വേഷണം നീതിപൂർവമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും പറയുന്നു, ഇരകളുടെ കുടുംബത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് അന്വേഷണം പോയില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞല്ലോ നിരാഹാരമായിരിക്കും, ഹൈക്കോടതി പോവും, അതൊക്കെ നാളെ സംഭവിക്കും. അങ്ങനെ വരുമ്പോഴേക്കും ഞങ്ങളത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു എന്ന് പറയരുത്. എന്തുകൊണ്ടെന്നാൽ ഇത് അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഏറ്റെടുക്കും, 20 ലക്ഷം ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ എനിക്ക് ഇന്ന് നാളെ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ഇല്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അവർക്ക് ജോലി കൊടുക്കാനുള്ള സംരക്ഷണം കൊടുക്കും. എന്തുകൊണ്ടാണ് ഈ 2 ചെറുപ്പക്കാരും അവർ ഉയർന്നു വരുന്ന പ്രാദേശികമായിട്ട് കോൺഗ്രസിൻ്റെ കരുത്തന്മാരായിട്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മുളയിലെ നുള്ളിയതാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ വിശ്വാസം അതുതന്നെയാണ്. ശ്രീ എ സജീവൻ, താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, ശരത്തിന്റെ അച്ഛൻ സത്യനാരായണനാണ് സംസാരിച്ചത്. ഈ അന്വേഷണത്തിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അവരെയാണല്ലോ ഈ വിഷയത്തിൽ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്. അവർക്കാണ് ബോധ്യം വരേണ്ടത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കാം, പക്ഷേ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് അവർക്കാണ്. അവരെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായൊരു അന്വേഷണം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലൊരു അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതല്ലേ ആദ്യം ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. കാരണം അവരുടെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അതാണ്. ഈ അന്വേഷണത്തിൽ
നമുക്കൊരിക്കൽ പോലും ഈ ലോക്കൽ പോലീസിന് അന്വേഷണം അവർക്ക് തൃപ്തിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. CPM-കാരാണ് പ്രതികൾ. അത് അവരെ രക്ഷിക്കാനുള്ള ശ്രമം ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സത്യനാരായണനും കൃഷ്ണനും ഉൾപ്പെടെയുള്ള ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക്, അച്ഛന്മാർക്കും മറ്റ് ബന്ധുക്കൾക്കൊക്കെ അവർ ആവശ്യപ്പെടുന്നു CBI അന്വേഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന് സർക്കാർ പോലും ചെയ്യേണ്ടത് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയാണ്. അതിൽ അവർ ഹൈക്കോടതിയിൽ പോകാനൊരു അവസരം ഉണ്ടാകും. കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2 പേരെ കൊന്ന ഒരു പ്രശ്നത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് സർക്കാർ പറയുമ്പോൾ അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയുണ്ട് അവരൊക്കെ പിടികൂടപ്പെടണം എന്നൊരു നിലപാട് കൂടി എടുക്കണം. ഇതിൽ 120B-യും 118-ഉം ഒക്കെ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഇതാണ്. കാരണം ഈ ഗൂഢാലോചന നടക്കാം, അതല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അത് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ച് ഈ തടയുന്നതിനുള്ള നടപടി എടുക്കാതിരിക്കൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളുണ്ടല്ലോ. ഇതെല്ലാം ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കൂടിയതാണ്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, റവന്യൂ പ്രസന്റേഷന് സംശയം വേണ്ട, ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളല്ല. ഇതിൽ ഈ ആളുകൾക്ക്, ഈ ബന്ധുക്കൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയിൽ പോകാനോ അല്ലെങ്കിൽ മറ്റൊക്കെ സർക്കാർ തന്നെ ഈ CBI അന്വേഷണത്തിന് വേണ്ടി നടപടികൾ കൈക്കൊള്ളുകയാണ് വേണ്ടത്. എന്തായാലും ഇപ്പോൾ കൃപേഷിന്റെയും ശരത്തിന്റെയും മരണത്തിന്റെ ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച നടക്കുന്നത്. പക്ഷേ ഈ ഒരു വൈകാരിക അന്തരീക്ഷം ഒരാഴ്ച കഴിഞ്ഞാൽ ഈ തീവ്രതയിൽ ഉണ്ടാകണമെന്നില്ല. ആ സമയത്ത് വീണ്ടും മറ്റൊരു രക്തസാക്ഷി അല്ലെങ്കിൽ വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന് അല്ലെങ്കിൽ ആ തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കാതിരിക്കണമെങ്കിൽ അതിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോലല്ലോ. ഇപ്പോൾ CPM നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു, കൊലക്കത്ത് താഴെയിടാൻ ഞങ്ങൾ തയ്യാറാണ്, ഒരു സമാധാന യോഗത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ സമാധാനം പുലരാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകുന്നു, നല്ല നടപ്പിന് ശീലിക്കാൻ തുടങ്ങുന്നു CPM എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന ആഗ്രഹക്കാരാണ്. ഇനിയും ഒരാൾ മരിച്ചുകൂടാ. ഇത് അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിറ്റാലിയേഷൻ ഉണ്ടാവില്ല, അതിന് കൂട്ടുനിൽക്കുന്നില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും വികാരപരമായി പറഞ്ഞാൽ അതിനെ തടയാനും അതിനെ തള്ളിപ്പറയാനും കോൺഗ്രസ് തയ്യാറാകുന്ന എൻ്റെ പരിപൂർണ്ണ വിശ്വാസം. വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, A. സജീവൻ, ഒപ്പം തന്നെ സംസാരിച്ച ശരത് ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ. എഡിറ്റേഴ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.